അപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് നമ്മൾ ക്ലാസ്സിൽ ഓവർഹെഡിൻ്റെ ചാപ്റ്റർ തുടങ്ങിയിട്ട് ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൈരളി ലിമിറ്റഡ് ഹാസ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് എ ബി സി ഡി ആൻഡ് ഇ. ഓഫ് ദീസ് എ ബി സി ആർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡി ആൻഡ് ഇ ആർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. The overhead expenses incurred during the year 2018 are as follows. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കൈരളി ലിമിറ്റഡിന് 5 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എ ബി സി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഡി ഇ എന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അവരുടെ തന്നിരിക്കുന്ന ഓവർ ഹെഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ വായിക്കാം. റെൻറ്റ് എന്ന് പറയുന്നത് 10,800. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 54,000. ഡിപ്രീസിയേഷൻ ഓൺ അതർ അസറ്റ് 42,000. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് 9,600. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് 8,400. റേറ്റ് ആൻഡ് ടാക്സസ് 3,000. ലൈറ്റ്നിങ് 12,800. പവർ 16,500. സ്റ്റോർസ് ഓവർഹെഡ് 5,400. സബ്സിഡീസ് ടു ക്യാൻറ്റീൻ 15,600. Apportion the cost to department after taking into account the following data. അതിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് 5 തന്നിട്ടുണ്ട്. കുറച്ച് ഡാറ്റാസും തന്നിട്ടുണ്ട്. ഞാൻ വായിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി ഡി ഇ. അതിൽ ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് ഏരിയ സ്ക്വയർ ഫീറ്റിലാണ്. 3,000, 4,000, 4,000, 2,000, 2,000. നമ്പർ ഓഫ് എംപ്ലോയീസ് എയിൽ 80, ബിയിൽ 110, സിയിൽ 60, ഡിയിൽ 30, ഇയിൽ 20. വാല്യൂ ഓഫ് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ് എയിൽ 1,50,000, ബിയിൽ 1,90,000, സിയിൽ 1,80,000, ഡിയിൽ 1,08,000, ഇയിൽ 80,000. അടുത്ത് പറയുന്നത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ് എയിൽ 15, ബിയിൽ 10, സിയിൽ 7, ഡിയിൽ 5, ഇയിൽ 3. അടുത്ത് പറയുന്നത് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ എയിൽ 400, ബിയിൽ 300, സിയിൽ 200, ഡിയിൽ 200, ഇയിൽ ഒന്നുമില്ല. അടുത്ത് പറയുന്നത് വാല്യൂ ഓഫ് മെറ്റീരിയൽ എയിൽ 90,000, ബിയിൽ 80,000, സിയിൽ 60,000, ഡിയിൽ ഇല്ല, ഇയിൽ 40,000. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് തന്നിരിക്കുന്നത് ഓവർ ഹെഡുകൾ, റെൻറ്റ്, ഡിപ്രീസിയേഷൻ, അങ്ങനെ തന്നിരിക്കുന്ന ഓവർ ഹെഡുകളുണ്ട്. അതിനെ നമ്മൾ ഈ ഒരു തന്നിരിക്കുന്നത് ഏരിയ, നമ്പർ ഓഫ് എംപ്ലോയീസ്, അതുപോലെ വാല്യൂ ഓഫ് അസറ്റിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബേസ് എന്ന് നോക്കി അതിൻ്റെ ബേസിസിൽ ഈ തന്നിരിക്കുന്നത് എക്സ്പെൻസസുകളെ അല്ലെങ്കിൽ ഓവർ ഹെഡുകളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാം. മെയിനായിട്ട് 5 കോളമാണ് വേണ്ടത്. ഐറ്റം, ബേസ്, ടോട്ടൽ. 4th കോളം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എ ബി സി എന്ന് പറഞ്ഞ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് 5th കോളം വരുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഡിയും ഇയും. ഇനി നമുക്ക് ഐറ്റംസ് നോക്കാം. ആദ്യത്തെ ഐറ്റം തന്നിരിക്കുന്നത് റെൻ്റാണ്. റെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏരിയയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ റെൻ്റ് എന്ന് പറയുന്നത് 10,800 നമ്മൾ ടോട്ടൽ കോളത്തിൽ റെപ്രസെൻറ്റ് ചെയ്തു. അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് വരുന്ന റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4:4:2:2 ആണ്. അപ്പോൾ എയിലേക്ക് വരുന്നത് 10,800 × 3/15, അതായത് 2,160 എന്ന് കിട്ടും. അടുത്തത് ബി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിലേക്ക് വരുന്ന റെൻ്റ് എന്ന് പറയുന്നത് 10,800 × 4/15, 2,280 എന്ന് കിട്ടും. സിയിലേക്ക് വരുന്ന റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 10,800 × 4/15 ചെയ്യുമ്പോൾ നമുക്ക് 2,880 എന്ന് കിട്ടും. അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ ഡിയിലേക്ക് വരുന്ന റെൻ്റ് എന്ന് പറയുമ്പോൾ 10,800 × 2/15 ചെയ്യുമ്പോൾ 1,440 എന്ന് കിട്ടും. അടുത്തത് ഇ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന റെൻ്റ് എന്ന് പറയുന്നത് ഏരിയാസിൻ്റെ ബേസിസിൽ 10,800 × 2/15 ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും 1,440 എന്ന് കിട്ടും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എത്രത്തോളം ഏരിയ ഉണ്ട് അതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക? അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 54,000 ആണ്. ആ 54,000നെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും 3:4:4:2:2 എന്നുള്ള റേഷ്യോയിലാണ് എന്ത് ചെയ്ത് കൊടുക്കുക? അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ എയിൽ 54,000 × 3/15 ചെയ്യുമ്പോൾ 10,800 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ എത്രയാണ്? 54,000 × 4/15 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 14,400 കിട്ടും.
പ്രൊഡക്ഷൻ സിയിൽ നമുക്കും എങ്ങനെ ചെയ്യാം 54,000 ഇൻറ്റു 4/15 ചെയ്യുമ്പോൾ അവിടെയും 14,400 എന്ന് കിട്ടും. അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ 54,000-നെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 54,000 ഡിവൈഡഡ് ബൈ 2/15 ചെയ്യും 54,000 ഇൻറ്റു 2/15 ചെയ്യുമ്പോൾ നമുക്ക് 7,200 കിട്ടും. അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിലേക്കും നമ്മൾ ഡിപ്രീസിയേഷനായ 54,000-നെ 3:4:4:2:2 എന്നുള്ള റേഷ്യോയിൽ 54,000 ഇൻറ്റു 2/15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7,200 എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിലേക്കും കിട്ടും. ഇനി അടുത്തത് പറയുന്നത് റേറ്റ് ആൻഡ് ടാക്സസ്. റേറ്റ് ആൻഡ് ടാക്സസ് നമ്മൾ ഏരിയയുടെ ബേസിസിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. അതായത് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ഫാക്ടറി അവിടെ നിൽക്കണതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. അതുപോലെ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനുള്ള ടാക്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയുടെ ബേസിസിലാണ് അവിടെയും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോർഷൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:4:4:2:2 തന്നെയാണ്. അപ്പോൾ ടോട്ടൽ റേറ്റ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്നത് 3,000 ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് 3,000 ഇൻറ്റു 3/15 600 കിട്ടും. പ്രൊഡക്ഷൻ ബിയിലേക്ക് 3,000 ഇൻറ്റു 4/15 800 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ സിയിലേക്ക് 3,000 ഇൻറ്റു 4/15 800 എന്ന് കിട്ടും. അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലേക്കാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലേക്ക് 3,000 ഇൻറ്റു 2/15 ചെയ്യുമ്പോൾ 400 കിട്ടും. അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിലേക്കും നമ്മൾ 3,000 ഇൻറ്റു 2/15 ചെയ്യുമ്പോൾ നമുക്ക് 400 എന്ന് കിട്ടും. ഇനി അടുത്ത് വരുന്ന ഐറ്റം നമുക്ക് തന്നിരിക്കുന്നത് ഇൻഷുർ ഓഫ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുന്നതും എന്താണ്, ഏരിയയുടെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഏരിയ ആണ്. 3:4:4:2:2 തന്നെയാണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 9,600 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോളത്തിൽ നമ്മൾ 9,600 എഴുതി. അടുത്ത് നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയുമാണ് കാണേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ടോട്ടൽ 9,600 ഇൻറ്റു 3/15 ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 1,920 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 9,600 ഇൻറ്റു 4/15 ചെയ്യുമ്പോൾ 2,560 എന്ന് കിട്ടും. അടുത്തത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 9,600 ഇൻറ്റു 4/15 ചെയ്യുമ്പോൾ നമുക്ക് 2,560 എന്ന് തന്നെയാണ് കിട്ടുക. അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയും ഇയുമാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലേക്ക് നമുക്ക് കിട്ടുക 9,600 ഇൻറ്റു 2/15 ചെയ്യുമ്പോൾ 1,280 എന്ന് കിട്ടും. അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിൽ നമുക്ക് 9,600 ഇൻറ്റു 2/15 ചെയ്യുമ്പോൾ 1,280 എന്ന് തന്നെയാണ് കിട്ടുക. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്. അതായത് നമ്മുടെ പ്ലാന്റിന് വേണ്ട ഇൻഷുറൻസ് ആണ് അടുത്ത ഐറ്റം. അതിനെ നമ്മൾ ബേസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് അസറ്റ് ആണ്. ഇവിടെ വാല്യൂ ഓഫ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1,50,000, 1,90,000, 1,80,000, 1,10,000, 1,80,000 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ചെറുതാക്കുമ്പോൾ നമുക്ക് റേഷ്യോ കിട്ടുക എന്ന് പറയുന്നത് 15:19:18:10:8 എന്നാണ് കിട്ടുക. അപ്പോൾ വാല്യൂ ഓഫ് അസറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റിനെ എന്ത് ചെയ്യുന്നത്, അപ്പോർഷൻ ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് 8,400 ആണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോർഷൻ ചെയ്യാനുള്ള റേഷ്യോ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഓഫ് അസറ്റിനെ ചെറുതാക്കിയപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി 15:19:18:10:8 എന്ന് പറയും. അപ്പോൾ 8,400 ഇൻറ്റു 15/70 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള 1,800, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്കുള്ള 1,800 എന്ന് കിട്ടും. അടുത്തത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ വരുമ്പോൾ 8,400 ഇൻറ്റു 19/70 ചെയ്യുമ്പോൾ നമുക്ക് 2,280 എന്ന് കിട്ടും. അടുത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിലേക്ക് വരുമ്പോൾ 8,400 ഇൻറ്റു 18/70 ചെയ്യുമ്പോൾ നമുക്ക് 2,160 എന്ന് കിട്ടും. ഇനി ചെയ്യാനുള്ളത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിൽ നമുക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ 8,400 ഇൻറ്റു 10/70 ചെയ്യുമ്പോൾ നമുക്ക് 1,200 കിട്ടും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിൽ നമുക്ക് എത്രയാണ് കിട്ടുക, 8,400 ഇൻറ്റു 8/70 ചെയ്യുമ്പോൾ 960 എന്ന് കിട്ടും. ഇനി അടുത്ത് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓൺ അതർ അസറ്റാണ്. ഡിപ്രീസിയേഷൻ ഓൺ അതർ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, ബിൽഡിംഗ് അല്ലാത്ത അസറ്റിൻ്റെ വാല്യൂകളുടെ ബേസിസിൽ തന്നെയാണ് ഇവിടെയും ബേസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് അസറ്റാണ്.
അതായത് റേഷ്യോ എന്ന് പറയുന്നത് 15:19:18:10:8 തന്നെയാണ് ഇവിടെയും എന്ത് പറയുന്നത്, ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് എന്ന് പറയുന്നത് 42,000 ആണ്. ആ 42,000-നെയാണ് നമ്മൾ 15:18:18:10:8 എന്നുള്ള റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 42,000 ടോട്ടൽ കോളത്തിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി എയിലേക്ക് വരുന്നത് 42,000 × 15/17, അപ്പോൾ നമുക്ക് 9,000 കിട്ടും. ബിയിലേക്ക് വരുമ്പോൾ 42,000 × 19/70, അപ്പോൾ നമുക്ക് 11,400 എന്ന് കിട്ടും. സിയിൽ വരുമ്പോൾ 42,000 × 18/70, അപ്പോൾ നമുക്ക് 10,800 എന്ന് കിട്ടും. അടുത്തത് ഡിയിൽ വരുമ്പോൾ നമുക്ക് 42,000 × 10/70, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 6,000 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിലേക്ക് നമ്മൾ വരുമ്പോൾ 42,000 × 8/70 ചെയ്യുമ്പോൾ നമുക്ക് 4,800 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഐറ്റം എന്ന് പറയുന്നത് ലൈറ്റ്നിങ് ആണ്. ലൈറ്റ്നിങ് നമ്മൾ ബേസായിട്ട് ഇവിടെ എടുക്കുന്നത് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 15:10:7:5:3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്ന ലൈറ്റ്നിങ്ങിൻ്റെ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 12,800 ആണ്. അതിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന റേഷ്യോ ഞാൻ പറഞ്ഞു ലൈറ്റ് പോയിൻറ്റിൻ്റെ ബേസിസിലെ 15:10:7:5:3 ആണെന്ന്. അപ്പോൾ നമ്മൾ ടോട്ടൽ 12,800-നെ എയിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 12,800 × 15/40 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 4,800 കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിലേക്ക് 12,800 × 10/40 ചെയ്യുമ്പോൾ നമുക്ക് 3,200 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിലേക്ക് നമ്മൾ 12,800 × 7/40 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 2,240 എന്ന് കിട്ടും. അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത് 12,800 × 5/40, അപ്പോൾ നമുക്ക് 1,600 എന്ന് കിട്ടും. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇ ആണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ 12,800 × 3/40 ചെയ്യുമ്പോൾ നമുക്ക് 960 എന്ന് കിട്ടും. ഇനി അടുത്ത ഐറ്റം നമ്മൾ പറയുന്നത് പവറാണ്. പവർ എന്ന് പറയുന്നത് HP ഓഫ് മെഷീനിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് HP ഓഫ് മെഷീൻ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് 400, 300, 200, അതുപോലെ 200 എന്നാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ റേഷ്യോ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 4:3:3:3 എന്ന് 4:3:2:2 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പവർ നമുക്ക് തന്നിട്ടുണ്ട് 16,500. ആ 16,500-നെ നമ്മൾ 4:3:2:2 എന്നുള്ള റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് 16,500 × 4/11 ചെയ്യുമ്പോൾ 6,000 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിലേക്ക് 16,500 × 3/11 എന്ന് ചെയ്യുമ്പോൾ 4,500 കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിലേക്ക് 16,500 × 2/11 എന്ന് ചെയ്യുമ്പോൾ 3,000 കിട്ടും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലേക്ക് 16,500 × 2/15 എന്ന് ചെയ്യുമ്പോൾ 3,000 കിട്ടും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിലേക്ക് നമുക്ക് എന്തില്ല, പവർ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയുന്നത് സ്റ്റോർ ഓവർ ഹെഡാണ്. സ്റ്റോർ ഓവർ ഹെഡ് നമ്മളെപ്പോഴും മെറ്റീരിയലിൻ്റെ ബേസിസിൽ നമ്മൾ എത്രയാണോ ആ സ്റ്റോറിൽ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സ്റ്റോർ ഓവർ ഹെഡിനെ അപ്പോർഷൻ ചെയ്യാറ്. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് മെറ്റീരിയലാണ്. വാല്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90,000, 80,000, 60,000, അതുപോലെ ഡിയിലില്ല, ഇയിൽ 4,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് മെറ്റീരിയലിനെ റേഷ്യോ ആക്കുമ്പോൾ നമുക്ക് 9:8:6:4 എന്ന് കിട്ടും. അതിനെ നമ്മൾ, അതായത് ഇവിടെ വാല്യൂ ഓഫ് ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കുള്ള സ്റ്റോർ ഓവർ ഹെഡായ 5,400, അതായത് ടോട്ടൽ 5,400-നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ 5,400-നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് 5,400 × 9/27 ചെയ്യുമ്പോൾ നമുക്ക് 1,800 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ നമുക്ക് 5,400 × 8/27 ചെയ്യുമ്പോൾ 1,600 കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ നമ്മൾ 5,400 ×
6/27 ചെയ്യുമ്പോൾ 1200 കിട്ടും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെറ്റീരിയലിൻ്റെ വാല്യൂ തരാത്തത് കൊണ്ട് നമ്മളവിടെ അപ്പോർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് പറഞ്ഞിരിക്കുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിൽ നമ്മൾ 5400 ഇൻറ്റു 4/27 ചെയ്യുമ്പോൾ നമുക്ക് 800 എന്ന് കിട്ടും. ഇനി അടുത്തത് ലാസ്റ്റ് ഐറ്റമാണ്. ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സബ്സിഡീസ് ടു ക്യാൻറ്റീനാണ്. സബ്സിഡീസ് ടു ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ എത്ര എംപ്ലോയീസ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവരുടെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സബ്സിഡീസ് ടു ക്യാൻറ്റീൻ എന്ന് പറയുന്നത് എടുക്കുക. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. അവരുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 8:11:6:3:2 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ നമ്മുടെ സബ്സിഡീസ് ടു ക്യാൻറ്റീൻ എന്ന് പറയുന്നത് എക്സ്പെൻസസ് നമുക്ക് തന്നിരിക്കുന്നത് 15,600 ആണ്. ആ ടോട്ടൽ 15,600 നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 15,600 ഇൻറ്റു 8/30 അപ്പോൾ നമുക്ക് 4,160 എന്ന് കിട്ടും. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിലേക്ക് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് 15,600 ഇൻറ്റു 11/30 5,720 എന്ന് കിട്ടും. സിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 15,600 ഇൻറ്റു 6/30 നമുക്ക് 3,120 എന്ന് കിട്ടും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ ഡിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 15,600 ഇൻറ്റു 3/30 അപ്പോൾ നമുക്ക് 1,560 എന്ന് കിട്ടും. അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിലേക്ക് നമ്മൾ ഈ 15,600 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 15,600 ഇൻറ്റു 2/30 അപ്പോൾ നമുക്ക് 1,040 എന്ന് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇയിൽ നിന്ന് കിട്ടും. ഈ എല്ലാ ഐറ്റത്തിൻ്റെയും കൂടി ടോട്ടലാണ് നമുക്ക് വരുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1,78,100 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 43,040 എന്ന് കിട്ടും. അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 49,340 എന്ന് കിട്ടും. പ്രൊഡക്ഷൻ സിയുടെ എന്ന് പറയുന്ന ടോട്ടൽ, അതായത് ടോട്ടൽ ഓവർ ഹെഡ് എല്ലാ എക്സ്പെൻസസും കൂടി ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിലേക്ക് വരുന്ന ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ 43,160 ആണ്. പിന്നെ അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ ഡിയും ഇ ആണ്. ഡിയിൽ വരുന്ന ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 23,680യും. അതുപോലെ ഇയിൽ വരുന്ന ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇ എന്ന് പറയുന്നത് 18,880യുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ